ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി. ഇതിനായിട്ട് നമുക്ക് ചട്ടി എടുത്ത് വെക്കാവേ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, സവോള ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാവേ. പിന്നെ വേണ്ടത് തക്കാളിക്കയാണ്. അത് വളരെ കുറച്ചിടുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പെരിഞ്ചീരം പൊടിച്ചത് ഇത്ര ആഡ് ചെയ്ത് കൊടുക്കാവേ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാവേ. നമുക്ക് അരച്ചെടുക്കാനാണേ. ഇനി നമുക്ക് ഈ സെയിം ചട്ടിയിൽ ഉള്ളി വഴറ്റാവേ. ഇതൊരു 4 ഉള്ളി അരിഞ്ഞാണേ. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരുവിധം വഴറ്റിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു പരുവെത്തുമ്പോൾ നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അരച്ച അരപ്പ് ഇടണേ. അരപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ തലേദിവസമേ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് പുരട്ടി വെച്ചിരുന്ന ചിക്കനാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടിയെടുക്കാം കേട്ടോ. അരപ്പൊക്കെ നന്നായിട്ട് ആ ചിക്കനിൽ പിടിക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കണേ. അടച്ചു വെച്ച് സിമ്മിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാവേ. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാവേ. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണേ. ഞാനൊരു 1/2 ഗ്ലാസ്സോളം തേങ്ങാപ്പാൽ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പിടിക്കണേ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് ചീഞ്ചട്ടി അടുപ്പേ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ടേ ഞാൻ. ഇനി വേണ്ടത് തേങ്ങാക്കൊത്താണേ. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ നമ്മൾ കറി ഇട്ട് കൊടുത്താൽ നല്ല രസമാണ് കാണാൻ. കറിക്ക് നല്ല കളറൊക്കെ കിട്ടും കേട്ടോ. ഇതേ ചട്ടിയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളേ നമ്മുടെ ചിക്കൻ കറി. ഇഷ്ടമായോ? അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു.